ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ അച്ചാറാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ചെമ്മീൻ അച്ചാറാണ്. കേരള സ്റ്റൈൽ പ്രോൺ പിക്കിൾ. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും പുട്ടോ ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ്. അര കിലോ ചെമ്മീനാണ് അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആ ചെമ്മീൻ നല്ലതുപോലെ ക്ലീനാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. കുറച്ച് ഉപ്പ്, ചെമ്മീൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയും അതേപോലെ നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്തതാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പാനിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ചെമ്മീനിട്ട് വറുത്തെടുക്കാം. ഈ ചെമ്മീനിലേക്ക് ഇനി കുറച്ച് കാന്താരി മുളക് ഇടാം. ബാക്കി കാന്താരി മുളക് പിന്നീട് ചേർക്കാനുള്ളതാണ്. ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ചെമ്മീൻ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് വേറൊരു എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഈ ചെമ്മീൻ വറുത്ത എണ്ണ ഒന്ന് ഊറ്റിയെടുക്കണം. ഇപ്പോൾ പാനിൽ ആ ചെമ്മീൻ വറുത്തതിൻ്റെ കരടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ പാനൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി പാനിലേക്ക് ആ ചെമ്മീൻ വറുത്ത എണ്ണയിൽ നിന്നുള്ള എണ്ണ അതിൻ്റെ കരട് മാറ്റിയിട്ട് ആ ക്ലിയർ ആയിട്ടുള്ള എണ്ണ മാത്രം ഒഴിക്കുക. ഈ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് 1/4 കപ്പ്, കാന്താരിമുളക് 10 12 കാന്താരിമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി ഉള്ളിയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ഒഴിക്കണം.
1 കപ്പ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇടുവാണ്. ചെമ്മീനും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ചെമ്മീൻ അച്ചാറിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അച്ചാർ ഉണ്ടാക്കിയിട്ട് അന്ന് കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് പിറ്റേ ദിവസം കൂടുതൽ കഴിക്കുമ്പോഴായിരിക്കും. അപ്പോഴാണ് ചെമ്മീൻ്റെ ഉള്ളിലോട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കും. എരിവും പുളിയും എല്ലാം നല്ലതുപോലെ പിടിക്കും. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് അച്ചാർ നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വയ്ക്കാവുന്നതാണ്.